ഹായ്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്നല്ലേ, ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ട്, അതായത് കാനഡയിൽ മോൺട്രിയലിൽ വന്നിട്ട് 9 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ് ഇന്ന്. ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ തന്നതാണ് കേട്ടോ ഈ രാജ്യം. അതായത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷങ്ങൾ തന്നെയായിരിക്കും തന്നേക്കുന്നത്. അതായത് UK കുറേയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഒരു 2-3 വർഷം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ തനിച്ചാണോ ഇവിടം വരെ എത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആരെയും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ കസിൻസൊക്കെ വേറെ പ്രോവിൻസിലുണ്ട്, എന്നാൽ പോലും ഇവിടെ മോൺട്രിയലിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ ഇവിടെ കിട്ടി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു സങ്കടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഓക്കെ അതൊക്കെ പോട്ടെ എന്നൊക്കെ പറയാൻ നമുക്ക് നല്ല നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ദൈവാനുഗ്രഹവും ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സന്തോഷവും സങ്കടവും എല്ലാം കൂടി കടന്നാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യ ജീവിതവും അങ്ങനെ തന്നെയാണ്. നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാണാവോ എൻ്റെ കർത്താവ് എന്നെ കാണാത്തത്, എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എനിക്ക് ഇത്രയും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം സംഭവിച്ചത് എന്തിനാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എണ്ണിപ്പാടും. അത് സ്വാഭാവികം. പക്ഷേ നമ്മൾ ഒരു കാര്യം വിചാരിക്കണം കേട്ടോ, അതൊരു 2-3 ദിവസത്തേനൊക്കെ നമ്മൾ അങ്ങനെ എണ്ണിപ്പാടിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സങ്കടങ്ങളുടെ എല്ലാം നമുക്ക് ഒരിക്കലും യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം സങ്കടങ്ങൾ മാത്രമായിട്ട് വെക്കുകയില്ല. നമ്മൾ അതിനായിട്ട് നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിന് ശേഷമുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര, അതായത് നമ്മുടെ ഒരു സക്സസ് നമ്മൾ തന്നെ കാണുന്ന ഒരു സമയം ഉണ്ടാവും. നമ്മളൊന്ന് റീവയർ ചെയ്താൽ മതി. എൻ്റെ അടുത്ത് ലൈഫ് കോച്ചിങ്ങിനൊക്കെ വന്ന് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ അതാണ് പറയുന്നത്. കാരണം അവരുടെയൊക്കെ ഒരു സക്സസ് സ്റ്റോറി കണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും സന്തോഷം മാത്രം നമുക്ക് വരില്ല, അതിൻ്റെ കൂടെ ആ സങ്കടം മാത്രം നമുക്ക് വരില്ല. സന്തോഷം കാണാനും ഈ പറയുന്ന ദൈവം അനുവദിക്കും എന്നുള്ളത് എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ കണ്ടേക്കുന്ന കാര്യങ്ങളും കൂടിയാണ്. ഒന്ന് മാത്രം, നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് എനർജി കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ നോക്കുക, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഒരിക്കലും എന്നാ പറയുന്നത്, നമ്മൾ ഒരിക്കലും തോറ്റുപോവില്ല. തോറ്റുപോകാനുള്ള ഒരു മനസ്സ് നമുക്കില്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ ഒരിടത്തും ഒരിക്കലും തോക്കില്ല. തോറ്റു കഴിഞ്ഞാൽ തന്നെ നമ്മൾ തിരിച്ചു കയറി വരും. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബൈ ബൈ.